അജ്മോനെ ഹാൻഡിൽ എങ്ങനെയുണ്ട്? പൊളി സാധനം, പവർ ആയിട്ടാണ്, നല്ല രസമുണ്ട്, നല്ല വിത്തുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഹാൻഡിൽ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഓഫ് റോഡിങ്ങിന് ഈ എക്സ്പൾസ് അതുപോലെ തന്നെ ഹിമാലയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ രസമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഹാൻഡിൽ എടുക്കുന്നതല്ല, ഹാൻഡിലിന്റെ ഹോൾ സൈസ് ഉണ്ടല്ലേ, തിക്നെസ് കൂടുതൽ, ഭയങ്കര തിക്നെസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മോന് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനകത്ത് എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജ്മോൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അജ്മോന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അജ്മോൻ RCBയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. കാര്യം ആരാധകൻ എന്ന് പറയുന്നത് RCB എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അജ്മോൻ എപ്പോൾ വന്നാലും എന്നോട് പറയാം ഒരു RCBയുടെ അവർ നമ്മളെ മാസം സിലിണ്ടർ അല്ലെങ്കിൽ ക്ലച്ച് അങ്ങനെ ഓരോന്നോരോന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ഇന്നലെ വന്ന നേരത്ത് ഒരു എൻ്റെ അടുത്ത് ചോദിച്ചാൽ RCBയുടെ ലിവർ പ്രൊട്ടക്ടറൊക്കെ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ പ്രൊട്ടക്ടറിനൊക്കെ നല്ല റേറ്റാണ്, നമ്മളെ നോർമലായിട്ട് മേടിക്കുന്ന അത്രേനേക്കാളും നല്ല എമൗണ്ട് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അജ്മോന് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് സ്റ്റാർട്ടിങ് നമ്മൾ RCB വെക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഐറ്റം കൊടുക്കാമെന്നുണ്ട്. അത് വേറൊന്നുമല്ല, RCBയുടെ ഹാൻഡിലാണ്. RCBയുടെ ഹാൻഡിലെ കോസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം 4725 രൂപയാണ് ഹാൻഡിലിൻ്റെ റേറ്റ്. അതായത് ഫുൾ അലോയിലാണ്, നമ്മൾ സാധാരണ വരുന്ന മെറ്റലല്ല, ഫുൾ അലോയാണ്. അതും 22 mm തിക്നെസ്സോടെ വരുന്ന ഒരു ഹാൻഡിലാണ്. അതിനകത്ത് വെയിറ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല, അത് പക്ക വെയിറ്റ്ലെസ് ആണ്. പിന്നെ അതിനകത്ത് വൈബ്രേഷൻ റോഡ് വരുന്നുണ്ട്. പോരാത്തതിന് വണ്ടി ഓഫ് റോഡ്, അതായത് നമ്മളെ ഓഫ് റോഡ് വണ്ടിയായിട്ട് പറയുന്ന എക്സ്പൾസ് അങ്ങനെയുള്ള വണ്ടിയൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് നമ്മൾ RCB. കാര്യം എന്ന് വെച്ചാൽ ഓഫ് റോഡിന് യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് മെട്രോ റേസിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ബൈക്കൊക്കെ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു ഹാൻഡിലാണ്. അജ്മോനും കണ്ടില്ല, കാര്യം ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻഡിലിൻ്റെ. അപ്പം ഞാൻ ഇന്ന ഹാൻഡിലാണ് അജ്മോന് കൊടുക്കുന്നത്, വെച്ചും ഇൻസ്റ്റാൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാര്യം ഒന്ന് അജ്മോൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം, അതേപോലെ എൻ്റെ ചാനലും മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഏതാണ് കേട്ടോ നമ്മളെ ഹാൻഡിൽ, RCBയുടെ ഹാൻഡിലാണ്. എക്സ്ട്രീം സീരീസ് ആണ് ഇതിനകത്ത് വരുന്നത്. RCBയുടെ ബാൻഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചാൽ 4725 രൂപയാണ് ഈ ഒരു ഹാൻഡിലിൻ്റെ റേറ്റ്. അപ്പോൾ ഹാൻഡിൽ നേരെ ചെറുക്കനെ പൊട്ടിച്ച്, പാക്കറ്റോടെ അല്ല കൊടുക്കുന്നത് കേട്ടോ, പൊട്ടിച്ച് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വണ്ടി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഹാൻഡിൽ, നല്ല വെയിറ്റ്ലെസ് ആണ്, നല്ല വെയിറ്റ്ലെസ് ഹാൻഡിലാണ്. എന്റെ എരിയുന്ന 250 ആണ്, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര RCB എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്, അതായത് നമുക്ക് സ്റ്റാർട്ടിങ് RCB ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ട്. അതായത് മാസ്റ്റർ സിലിണ്ടർ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് RCB ഹാൻഡിൽ തന്നെ ആദ്യം കൊടുത്തോണ്ടാവാം എന്ന് കരുതി. കാര്യം ഇനി ഞാൻ അജ്മോന് കൊടുക്കുന്നത് നേരെ ഒരു 50K ആവുന്ന നേരത്തെ അജ്മോന് ഒരു RCBയുടെ മാസ്റ്റർ സിലിണ്ടർ ഞാൻ കൊടുക്കുന്നുണ്ട്. 50K എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ആക്കണം, സപ്പോർട്ട് ചെയ്ത് ആക്കിയാൽ മാത്രമേ എനിക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നമ്മളെ പ്രേക്ഷകർക്കും ഉണ്ട്. അപ്പം 50K ആകുമ്പം അജ്മോന് മാത്രമല്ല, നമ്മളെ പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കുന്ന 2-3 പേർക്ക് ഞാൻ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഒരു 50K ആക്കി തരണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. അപ്പോൾ എന്താ നമുക്ക് നേരെ ഇത് ഫിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അജ്മോനെ എങ്ങനെയുണ്ട് സാധനം? കളറായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് RCB എന്നേരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെക്കുന്നത്. കാര്യം നല്ല രസമുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ല, എന്തായാലും ഹാൻഡിൽ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചു. കാരണം ഹാൻഡിൽ അങ്ങനെ ആരും വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഇനി RCBയുടെ അങ്ങനെ കുറച്ച് അസംബ്ലിയും കൂടെ ചെയ്യണം. ഭയങ്കര ഇഷ്ടമാണ് RCB. പിന്നെ ഇതിന് വേറെ രസമുണ്ട്, നമ്മൾ സാധാരണ ഒരു ഹാൻഡിൽ എടുക്കുന്നതല്ല, ഹാൻഡിലിന്റെ ഹോൾ സൈസ് ഉണ്ടല്ലേ, തിക്നെസ് കൂടുതൽ, ഭയങ്കര തിക്നെസ് ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല കട്ടിയുള്ള ഹാൻഡിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര, ഞാനൊരു എക്സ്പൾസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇമ്പൾസിൽ. അതിൽ ഈ ഹാൻഡിൽ പിന്നെ അതിന്റെ ഫുൾ അസംബ്ലി കണ്ടിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഈ ഒരു ഹാൻഡിൽ ഓടിച്ചപ്പോൾ നല്ല രസം ഫീൽ ചെയ്തു. നല്ല രീതിക്ക് ഒരു വൈബ്രേഷനും നല്ലോണം കുറഞ്ഞു നിൽക്കും, ഫ്ലിക്കബിൾ ആണ്. എന്തായാലും പൊളിച്ചിട്ടുണ്ടാകാം. താങ്ക് യു. RCB ലോഗോയും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ RCB എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിന്റെ മെൻഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ RCB എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പവർ സാധനം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഐറ്റം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, ഇതും കൊള്ളാം, ഇതും RCB ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇൻസ്റ്റാളേഷൻ വീഡിയോസിലോട്ട് പോകാം. അപ്പോൾ അജ്മോന്റെ വണ്ടിക്ക് സ്റ്റോക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. സ്റ്റോക്ക് അല്ല അതിനകത്ത് ഇരിക്കുന്നത്, സ്റ്റോക്ക് ഹാൻഡിൽ മാറ്റിയതിന് ശേഷം റേസറൊക്കെ ഇട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 250 ഹാൻഡിൽ ഏകദേശം 1300 രൂപയുള്ള ഹാൻഡിലിന്, ബ്ലാക്ക് കളർ ഹാൻഡിലിന് റേറ്റാണ്. അപ്പം ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ഹാൻഡിലിന്റെ റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 5000 രൂപയാണ്. 4700 റേറ്റുള്ള ടോപ്പ് ക്വാളിറ്റി ഹാൻഡിൽ, അതും ഫുള്ള് അലോയിൽ വരുന്ന ഒരു ഹാൻഡിലാണ്. അപ്പം നമുക്ക് നേരെ ഇതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവാം. നേരെ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ സ്റ്റോക്ക് ഹാൻഡിലാണ് കേട്ടോ. ഇതിനകത്ത് സ്റ്റോക്കല്ല, ഇതിനകത്ത് രണ്ടാമതായിട്ട് സ്റ്റോക്ക് ഹാൻഡിൽ മാറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഡ്യൂക്ക് 250 ബ്ലാക്ക് ഹാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 250 വരാവുന്ന ഒരു സെൻറ്റർ പീസിന് നല്ലൊരു ഹൈറ്റ് കൂടുതലാണ്, അതായത് സെൻറ്റർ പീസിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡോമിനറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടോ തിക്നെസ് കൂട്ടാൻ, അതായത് നമ്മളെ റൈസറിൻ്റെ പീസിനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇതും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഹാൻഡിലൊന്ന് ഊരുന്നത് ഞാൻ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല, കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം അത്രയും ടൈം പോവും. ഞാനൊരു മാക്സിമം ഒരു 12-10 മിനിറ്റിനകത്ത് വെച്ച് തീർക്കാൻ നോക്കിയാണ് നോക്കുന്ന വീഡിയോസ്. എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് മാക്സിമം 20 മിനിറ്റൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ അധികം ഒന്നും വലിച്ചു കിട്ടുന്നില്ല. നേരെ നമുക്ക് ഈ സംഭവം അതിനകത്ത് ആഡ് ചെയ്യണം, ഹാൻഡിലെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മളെ RCB ഇൻസ്റ്റാളേഷൻ തുടങ്ങുമ്പോൾ മുതലുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഇനി ബാക്കി ഇതിനകത്ത് കണ്ടിന്യൂസ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ ആ ക്ലിപ്പോണ് നമ്മളിവിടെ ചെറുതായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ വെച്ച് ഷോർട്ട് ആയതുകൊണ്ട് തിക്നെസ്, അതായത് നമ്മളിവിടുത്തെ തിക്നെസ് കുറവാണ് കേട്ടോ. ഈ പോർഷനിലെ തിക്നെസ് കുറവായതുകൊണ്ട് ഇവിടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിനകത്ത് ഇടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഹാൻഡിൽ ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് ക്ലച്ച് ഞാൻ ആദ്യമേ കയറി, ക്ലച്ച് ഞാൻ അവിടെ നിന്ന് റിലീസും ചെയ്തില്ല കേട്ടോ, അവിടെ പോലെ തന്നെ കയറ്റി ടൈറ്റ് ചെയ്യാണ് ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ അജുമോൻ്റെ വണ്ടിക്കകത്ത് ഞാൻ ഹാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഞാൻ അജുമോന് ഫസ്റ്റ് വണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ ഹാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കട്ടെ. ഓട്ടിച്ച് നോക്കിയിട്ട് വല്ല വ്യത്യാസ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അജുമോൻ്റെ ആദ്യ ഘട്ടമാണ് കേട്ടോ. RCB എന്ന് പറയുന്നത് അജുമോൻ്റെ ഒരു സ്വപ്നമാണ്. RCB അതേപോലെ തന്നെ RCBയുടെ മാസ്റ്റർ സിലിണ്ടറും അതേപോലെ ക്ലച്ച് സിലിണ്ടറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നമ്മൾ അജുമോൻ. അപ്പോൾ അജുമോന് ഫസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച സാധനം ഞാൻ മാസ്റ്റർ സിലിണ്ടറാണ്, പക്ഷേ എനിക്ക് ഹാൻഡിൽ തൊട്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് 50K ആവേണമെന്നുണ്ടെങ്കിൽ അജുമോനും ഒരു RCB കൊടുക്കുന്നുണ്ട്. അതേപോലെ ബൈക്കിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കും കാറിനെ സ്നേഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതിനേതായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് നിൽപ്പുണ്ട്. 50K ആവണം, എല്ലാവരോടും സപ്പോർട്ട് ചെയ്ത് 50K ആക്കി തരണം, എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വരാം. ഹാൻഡിൽ വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വണ്ടി പക്ക സ്മൂത്താണ് ഓട്ടിക്കാൻ നേരത്ത്. കാര്യം നമുക്ക് മറ്റുള്ള ഹാൻഡിൽ വെക്കുന്നതൊക്കെയല്ല കേട്ടോ, വെച്ചിരുന്ന ആ ഒരു പിടുത്തം പോലെ ഒന്നുമല്ല, വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അജുമോൻ്റെ വണ്ടിക്കകത്ത് മോക്സി ലിവറും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വളരെ ബ്രേക്ക് ആയാലും ക്ലച്ച് ആയാലും പിടിക്കാൻ തന്നെ ഒരു സുഖമില്ല. സത്യമായിട്ട് തുറന്ന് പറയാമല്ലോ, ഒരു രസമില്ല. കാര്യം കണ്ടി കാണാനെല്ലാം ലുക്കും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട് അജുമോന്. അപ്പോൾ അതാ നമ്മളെ ഹാൻഡിൽ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഏറ്റവും ശോകം എന്ന് പറയാനായിട്ട് എനിക്കുള്ളത് ആ പാടായിട്ട് ഈ ക്ലച്ച് ലിവറും അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലിവറും തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് ഷോക്കായിട്ട് പറയാനില്ല. കാര്യം അജുമോനെ കുറ്റം പറഞ്ഞതല്ല, കാര്യം ഇനി നമ്മൾ RCBയും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് അതെല്ലാം മാറും. കാര്യം ഇതിനകത്ത് ബ്രേക്കിംഗ് ഇട്ടിരിക്കുന്ന മോക്സി ലിവർ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. മോക്സി ലിവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവറാണ്. ഈ ലിവറിനകത്ത് ഒരു റൗണ്ട് റിംഗ് ഉണ്ട്. ആ റിംഗ് ഉണ്ടല്ലോ, ഈ റിംഗ് കുറച്ച് നാൾ കഴിയുമ്പോൾ തേഞ്ഞ് തുടങ്ങും. കാണിച്ചു തരാം. കുറച്ച് കഴിയുമ്പോൾ ഈ റിംഗ് തേഞ്ഞ് തുടങ്ങാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് ലിവറും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കാണ്. അതുപോലെ തന്നെ ലിവർ ഉണ്ടല്ലേ, ഇത്രയും പ്ലേ വലിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ലിവർ. ഞാൻ ഹാൻഡിലെ കാര്യം പറയാൻ വന്നത് ബ്രേക്കിൻ്റെ കാര്യം കൂടെ പറഞ്ഞതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. മോക്സി ലിവർ ഇടുന്ന ഒരു ഷോ ആണെങ്കിലും പക്ഷേ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഉപയോഗം കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് നാൾ നമുക്കൊരു ആദ്യത്തെ ഒരു 2-3 മാസത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇത് കഴിയാൻ നേരത്ത് പിന്നെ ഇതൊക്കെ തേഞ്ഞ് തുടങ്ങി സംഭവം ബ്രേക്കും ലിവറും കാര്യങ്ങളൊക്കെ ബ്രേക്കിംഗ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചവർക്ക് തന്നെ എനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇതിനകത്ത് വന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ക്ലച്ച് ലിവറും ഒന്ന് ബ്രേക്ക് ലിവറും തന്നെ. കാര്യം പിടിക്കാൻ ഒരു സുഖമില്ല, രണ്ടാമത്തെ കാര്യം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. വണ്ടി കണ്ടില്ലേ, വണ്ടി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് RCBയുടെ ആ ലോഗോയും അതേപോലെ എക്സീരിയസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പോരാത്തൊരു ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ലുക്കായി. പിന്നെ ഞാൻ മുമ്പൊരു വീഡിയോയ്ക്ക് അജുമോൻ്റെ വണ്ടിയുടെ റിവീലിംഗ് വീഡിയോയ്ക്ക് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. ഇതിനകത്തിരുന്നത് RCയുടെ ഫ്രണ്ട് മൾഗാർഡ്, RC അല്ല ഡ്യൂക്ക് 250യുടെ മൾഗാർഡാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു, ഞാനത് കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ടർ ബെല്ലിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് RCയുടെ അണ്ടർ ബെല്ലിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത്, അതേപോലെ കാർബൺ ഫയർ ടിപ്പിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അജുമോൻ്റെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് RCB ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടറും അതേപോലെ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറുമാണ്. അത് ഞാൻ അജുമോന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാക്കാൽ പറഞ്ഞതാണ്. അത് നമ്മൾ ചെയ്യുക ചെയ്യും. അജുമോന് കുറച്ച് ദിവസമായിട്ട് ഞാൻ അന്ന് അജുമോൻ്റെ റിവീലിങ്ങിന് ചെന്നായിരുന്നു അജുമോനോട് പറഞ്ഞത് RCBയുടെ ഹാൻഡിൽ ഞാൻ തരാം. പക്ഷേ അജുമോൻ്റെ ഇന്നലെ വരെയും പറഞ്ഞില്ല. ഇന്നലെ ഷോപ്പിൽ വന്നപ്പോഴും ഇന്ന് രാവിലെ വന്നപ്പോഴാണ് അജുമോനെ ഞാൻ പറയുന്നത്. അജുമോനോട് ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നായിരുന്നു അജുമോനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അജുമോന് നാളെ കടയിലോട്ട് വരണം, വേറെ ഒന്നും കൊണ്ടില്ല.
അതിനകത്ത് നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. അത് നീ നാളെ രാവിലെ വന്നാൽ മാത്രമേ ഞാൻ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം നാളെ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അജുമോൻ്റെ അടുത്ത് വിളിച്ചിട്ടാണ് ആ ഒരു കാര്യം പറയാം. അപ്പോൾ അജുമോൻ പെട്ടെന്ന് വന്നു. അപ്പോൾ അജുമോൻ വന്ന നേരത്തെ തന്നെ സത്യം പറഞ്ഞ് ഞെട്ടി. കാര്യം അജുമോൻ ഇത്രയും ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം കൊടുക്കുമെന്ന് അജുമോൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും അവന് RCBയോട് നല്ല ആരാധനയാണ്. കാര്യം RCB അവൻ വെച്ച കാലം പോലെ ഞാനുമായിട്ട് പരിചയപ്പെട്ട കാലം തൊട്ടേ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് RCB ആണൊക്കെ വേണ്ടത് എന്നാണ് പറഞ്ഞത് ഫസ്റ്റിലെ. കാര്യം അജുമോൻ എന്നെ വിളിക്കുന്ന ഡ്യൂക്സണലിൻ്റെ നമ്പർ മേടിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ച നേരത്ത് അജുമോൻ വിളിക്കുന്ന ഒരു പവർ ട്രോണിക്കും RCB ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അന്നേരത്ത് മുതലേ ഞാൻ അജുമോൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജുമോന് RCBയും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഹാൻഡിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഈ ഹാൻഡിലൊക്കെ വന്നിരിക്കുന്നത്. നല്ല രീതിയിലൊക്കെയാണ് ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. കാര്യം ആ വൈബ്രേഷൻ റോഡും കാര്യങ്ങളും എല്ലാം ആ ഒരു സിൽവർ കളറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. RCBയുടെ ബാൻഡ് നമുക്കിവിടെ കാണാം. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള കാണാൻ പറ്റും. എക്സീരിയസും കാര്യങ്ങളെല്ലാം സൈഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെയിറ്റ് ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വെയിറ്റ് നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ RCBയുടെ ലിവർ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ അജുമോൻ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വരികയാണ് കേട്ടോ. ജസ്റ്റ് ഞാനത് കൊടുത്തു. ഞാനൊന്ന് ഓടിച്ചിട്ട് വന്നിട്ട് പക്ഷേ അജുമോനോട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് പറയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അജുമോനെ ഹാൻഡിൽ എങ്ങനെയുണ്ട്? പൊളി സാധനം, പവർ ആയിട്ടാണ്, നല്ല രസമുണ്ട്, നല്ല വിത്തുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഹാൻഡിൽ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഓഫ് റോഡിങ്ങിന് ഈ എക്സ്പൾസ് അതുപോലെ തന്നെ ഹിമാലയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവും. ഞാനിത് എൻ്റെ ഹിമാലയയിൽ വെക്കാൻ വേണ്ടി എടുത്ത ഹാൻഡിലാണ്. എനിക്ക് എടുക്കാത്തതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഹാൻഡിലിൽ വെയിറ്റ് വേണമെന്ന് നിർബന്ധമാണ്. വെയിറ്റ് വേണം. അങ്ങനെ ഞാൻ ഹിമാലയ എൻ്റെ ഇരുന്ന ഒറിജിനൽ ഹാൻഡിൽ തരുന്ന കമ്പനി തരുന്ന സ്റ്റോക്ക് ഹാൻഡിലല്ല, അല്ലാതെ ആക്സസറീസ് തന്നെ ഒറിജിനൽ ഹാൻഡിലുണ്ട്. ഏകദേശം 4800 ഹാൻഡിലിൻ്റെ വിലയാണ്. വെയിറ്റിന് 1800 വിലയാണ്. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് എനിക്കത് വന്നിട്ടുണ്ട്, അത് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ അങ്ങനെ എടുത്താണ്. RCB തന്നെ വേണമെന്ന് പറഞ്ഞാൽ എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അജുമോൻ RCB എന്നെ ഫസ്റ്റ് കൊടുക്കാമെന്ന് കരുതിയേണ്ട പേരിലാണ് RCB ഞാൻ കൊടുത്തത്. പക്ഷേ അജുമോൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല RCB ഹാൻഡിൽ അജുമോന് കിട്ടുമെന്ന്. അജുമോൻ ചോദിച്ചത് എൻ്റെ അടുത്ത് മാസം സിലിണ്ടർ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു 50K ആകുമ്പോൾ നിനക്ക് ഞാൻ തരാം, RCB ഞാൻ തരും. ഓക്കെ. അപ്പം ഓട്ടിച്ചിട്ട് വേറെ എന്തൊക്കെ പ്രത്യേകത തോന്നി? വേറെ എന്താ കാക്ക, നല്ല ഹാൻഡ്, നല്ല വിത്തുണ്ട്, നല്ല ഇതുണ്ട്, ഇത്രയും വിരിഞ്ഞ് ഇരിപ്പുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വെയിറ്റ് കുറവാണ്. ഹാൻഡിൽ വെയിറ്റ് കുറവാണ്. അലോയി ആയിട്ട് നല്ല വെയിറ്റ് കുറവാണ്. പിന്നെ ഇതൊക്കെ വരുന്നത് വൈബ്രേഷൻ നല്ല കുറവുണ്ട്. വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ നമ്മൾ അജുമോൻ പറഞ്ഞ കേട്ടല്ലോ. അപ്പോൾ അജുമോന് നമ്മൾ വെച്ച നേരത്തെ ചെറിയൊരു അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഉച്ചകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ബാക്കി പെൻഡിങ് ഉള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കണം അജുമോനെ. അപ്പോൾ പരിപാടി എല്ലാം ഇവിടെ കൊണ്ട് തീരുകയല്ലേ. അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെ നേരെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം. ബൈ.